നിങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി, അഴിമതിരഹിതമായി ഞാൻ മനസ്സാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് നിർവഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ഏറ്റവും മെച്ചപ്പെട്ട വികസന പ്രവർത്തനം നടന്ന 900 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്ന മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന ചർച്ച നടന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട BJPയുടെ സ്ഥാനാർത്ഥി എന്നെ ആദ്യം വെല്ലുവിളിച്ച്, ഞാൻ വെല്ലുവിളി അംഗീകരിച്ച് സ്ഥലവും സ്ഥിതി നിശ്ചയിച്ചെങ്കിൽ തന്നെയും അദ്ദേഹം അതിൽ നിന്ന് ഒളിച്ചു പോക്ക് നടത്തുകയാണ് ചെയ്തതെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ഇനിയും തയ്യാറാണ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. ബഹുമാനപ്പെട്ട BJPയുടെ നേതാവ് തയ്യാറാണെങ്കിൽ ഇനിയും ഞാൻ തയ്യാറാണ്. സമയവും സ്ഥലവും അങ്ങ് നിശ്ചയിച്ചുള്ളൂ, ഞാൻ അങ്ങ് പറയുന്ന സ്ഥലത്ത് വരാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ മതേതര കാഴ്ചപ്പാടോടുകൂടി, ജാതിമത ചിന്തകളില്ലാതെ, വർഗീയ കലാപമില്ലാത്ത മണ്ഡലമായി ഈ നിയമം തലയുയർത്തി നിൽക്കുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്.